UFO, അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്ട്സ്. ഇതിന് മലയാളത്തിൽ പറക്കും തളികകൾ എന്നാണ് പറയുന്നത്. ഈ പറക്കും തളികകളിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്താറുണ്ടെന്നും അങ്ങനെ വരുന്ന ജീവികൾ മനുഷ്യരുമായിട്ട് പലതരത്തിൽ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഉള്ള വിശ്വാസം വളരെ പണ്ട് തൊട്ടേ ഉണ്ട്. ഏതാണ്ട് 8000 വർഷങ്ങൾക്ക് മുമ്പ് സുമർ എന്ന രാജ്യത്ത് ജീവിച്ചിരുന്നവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ ഇപ്രകാരം വന്ന അന്യഗ്രഹ ജീവികളാണെന്നുള്ളതാണ്. ഇത് സുമേരിയൻ മിത്തോളജിയാണോ സുമേരിയൻ ഹിസ്റ്ററിയാണോ എന്നുള്ളത് തർക്ക വിഷയമാണ്. ഏതായാലും അവർ പറയുന്നത് 10ാമത്തെ ഒരു ഗ്രഹമുണ്ടെന്നും സൗരയൂഥത്തിൽ നിബിരു എന്നാണ് അതിൻ്റെ പേരെന്നും അവിടുത്തെ ജീവികൾ ഈ പറക്കും തളികകളിൽ ഭൂമിയിലെത്തിയെന്നും അവർ സ്വർണം ഖനനം ചെയ്യാൻ വേണ്ടി മനുഷ്യക്കുരങ്ങുകളുടെ പുറത്ത് ജനിതക പരീക്ഷണങ്ങൾ നടത്തി സൃഷ്ടിച്ച അടിമ വംശമാണ് മനുഷ്യരെന്നുമൊക്കെയാണ്. അപ്പോൾ ഈ നിബിരു 3000 വർഷം കൂടുമ്പോൾ ഭൂമിയുടെ അടുത്തുകൂടെ ഭ്രമണം ചെയ്ത് പോകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ അടുത്തെത്തുമ്പോൾ അതിലുള്ള ഈ ജീവികൾ അനുനാക്കികൾ എന്നാണ് ഇവരെ വിളിക്കുന്നത്. അനുനാക്കികൾ ഭൂമിയിലേക്ക് വരുമെന്നും അന്ന് അവർ മനുഷ്യർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെയാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. ഈ അന്യഗ്രഹ ജീവികൾ ഈ വളരെ പണ്ട് തൊട്ടേ ഭൂമിയിൽ വരുന്നുണ്ടെന്നും അതിന് ഒരുപാട് തെളിവുകളുണ്ടെന്നും കുറേ ശാസ്ത്രജ്ഞന്മാർ കരുതുന്നുണ്ട്. ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിച്ചത് ഇപ്രകാരമുള്ള അന്യഗ്രഹ ജീവികളാണെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഇന്ന് പോലും നമുക്കില്ലാത്ത ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ അവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഈ ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത്. ഇങ്ങനെ വരുന്ന അന്യഗ്രഹ ജീവികളിൽ പല തരക്കാരുണ്ടെന്നും അതിൽ ചിലതരം ജീവികൾ മനുഷ്യരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുമെന്നും അവർ വഴി മനുഷ്യർക്ക് സന്താനങ്ങളുണ്ടാകുമെന്നും അങ്ങനെ ചില മനുഷ്യരുടെ റേസുകൾ തന്നെ ഇപ്രകാരമുള്ള ഒരു സങ്കരത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നുമൊക്കെ വാദഗതികളുണ്ട്. ഇപ്പോൾ പല മനുഷ്യ വംശങ്ങൾ അല്ലെങ്കിൽ റേസുകൾ തന്നെ ഇങ്ങനെ പലതരം അന്യഗ്രഹ ജീവികളിൽ നിന്ന് മനുഷ്യർക്ക് ജനിച്ച സന്താന പരമ്പരകളാണെന്ന് ഒരു വാദമുണ്ട്. ഈ പ്രപഞ്ചം എത്ര വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ ഈ ഹബിൾ ടെലിസ്കോപ്പ് തുടങ്ങിയ വളരെ ശക്തിയുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിനെ പറ്റി ഒരുപാട് പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൂര്യൻ ഒരു നക്ഷത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ സൂര്യന് ചുറ്റും 9 ഗ്രഹങ്ങളുണ്ട്. ഈ 9 ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഗ്രഹത്തിനും ഉപഗ്രഹങ്ങളുണ്ട്. ഭൂമിക്ക് ഒരു ഉപഗ്രഹമേ ഉള്ളൂ, അതാണ് ചന്ദ്രൻ. അപ്പോൾ ഈ 9 ഗ്രഹങ്ങളിൽ ഏതിലെങ്കിലുമൊക്കെ ജീവനുണ്ടോ എന്നുള്ള ഗവേഷണം നടക്കുന്നതേ ഉള്ളൂ. ചില ഗ്രഹങ്ങളിൽ പണ്ട് ജീവനുണ്ടായിരുന്നുവെന്നും എന്തോ കാരണം കൊണ്ട് അത് നശിച്ചു പോയതാണെന്നുമൊക്കെ സിദ്ധാന്തങ്ങളുണ്ട്. അപ്പോൾ ചില ഗ്രഹങ്ങളിലല്ല, അവയുടെ ഉപഗ്രഹങ്ങളിലാണ് ജീവൻ ഉള്ളതെന്ന്
ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അപ്പോൾ ചില ഗ്രഹങ്ങളുടെ ചില ഉപഗ്രഹങ്ങളിൽ ജീവനുണ്ടെന്നുള്ളതിന് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഈ അടുത്ത കാലത്ത് അവകാശവാദങ്ങൾ കേൾക്കുകയുണ്ടായി. ചില റേഡിയോ സിഗ്നൽസ് ചില സ്ഥലത്തു നിന്നൊക്കെ വന്നു എന്ന് പറയുന്നു. ഏതായാലും ഈ സൂര്യൻ എന്ന് പറയുന്നത് മിൽക്കി വേ അല്ലെങ്കിൽ ക്ഷീരപഥം എന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്ര സമൂഹത്തിന് ഗാലക്സി എന്നാണ് പറയുന്നത്. ഈ മിൽക്കി വേ ഗാലക്സി അല്ലെങ്കിൽ ക്ഷീരപഥം, അതിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് തലച്ചോറിൽ ഒതുങ്ങാത്ത ഒരു സംഖ്യയാണ് ശാസ്ത്രജ്ഞന്മാർ തരുന്നത്. അതായത് 10,000 കോടി. നമുക്ക് ഒരു 1000 വരെ വളരെ റിയലിസ്റ്റിക്കായിട്ട് സങ്കല്പിക്കാം, 1,00,000 വരെ വളരെ പ്രയാസപ്പെട്ട് സങ്കല്പിക്കാം. പക്ഷെ 1 കോടി നമുക്ക് എളുപ്പം സങ്കല്പിക്കാവുന്ന ഒരു സംഖ്യയല്ല. അപ്പോൾ 10,000 കോടി നക്ഷത്രങ്ങളാണ് ഈ മിൽക്കി വേ ഗാലക്സിയിൽ ഉള്ളത്. ഈ ഗാലക്സികൾ പലതും ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഈ നമ്മളുടെ സൂര്യനും അതിന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളും ഒക്കെ വളരെ ചെറിയ സൗരയൂഥങ്ങൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും. സൂര്യനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളും അവയുടെ ചുറ്റും വളരെയധികം എണ്ണം ഗ്രഹങ്ങളുമൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഭൂമിയെപ്പോലെ ചുറ്റുപാടുകൾ, അതായത് വായുവും മറ്റും ഉണ്ടായിരിക്കുകയും അതിൻ്റെ ഊഷ്മാവ് ഭൂമിയിലെ പോലെ ആയിരിക്കുകയും ചെയ്യുന്ന ഗ്രഹങ്ങൾ എത്രയുണ്ടെന്ന് ഇപ്പോൾ പരീക്ഷണം നടത്തി വരികയാണ്. ഇപ്പോൾ തന്നെ 4000 ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെ എക്സോ പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് സൗരയൂഥത്തിന് വെളിയിൽ ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങളുടെ കണ്ടെത്തിയിട്ടുള്ള എണ്ണം തന്നെ 4000ആണ്. അത് നമ്മുടെ ടെലിസ്കോപ്പൊക്കെ വെച്ച് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 4000 ഒന്നുമല്ല, 40,000 അല്ല, അതിൽ കൂടുതൽ ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങൾ ഈ സൗരയൂഥത്തിൻ്റെ അടുത്ത മറ്റ് ഗാലക്സികളിൽ കാണുമെന്നുള്ളതാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ മിൽക്കി വേ ഗാലക്സി മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്നൊന്നുണ്ട്. അതായത് ഈ പ്രകാശം ഒരു നിശ്ചിത വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അതായത് 1 സെക്കൻഡിൽ 3,00,000 കിലോമീറ്ററാണ് പ്രകാശത്തിൻ്റെ വേഗത. അപ്പോൾ നമ്മൾ ഏത് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാലും ഈ വേഗതയിൽ അവിടുന്ന് ഇവിടെ എത്താൻ സാധിക്കുന്ന അത്ര ദൂരത്തിലുള്ള ഒന്നിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിന് വെളിയിലുള്ള സംഗതികളിൽ നിന്ന് വരുന്ന പ്രകാശം ഭൂമിയിൽ ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ എത്ര ഗാലക്സികളുണ്ട്? ഇപ്പോൾ മിൽക്കി വേ ഗാലക്സി പോലെ അതിൻ്റെ നമ്പറും അസ്ട്രോണോമിക്കൽ നമ്പറാണ്. അതായത് 20,000 കോടി ഗാലക്സികളാണ് ഏറ്റവും കുറഞ്ഞ ഒരു എസ്റ്റിമേറ്റ്. അതിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ 20,000 കോടി നക്ഷത്ര സമൂഹങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്ര വലിപ്പം ഉള്ളതാണ് നമ്മളുടെ പ്രപഞ്ചം. അപ്പം ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് തന്നെ മൊത്തം യൂണിവേഴ്സിൻ്റെ വളരെ ചെറിയ ഒരു അംശമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഈ വളരെ വിദൂരമുള്ള സ്ഥലത്ത് നിന്ന് ഉള്ള പ്രകാശം ഇവിടെ എത്തിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രം നമുക്ക് അവയെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ.
അപ്പോൾ ഇത്ര വിദൂരമുള്ള സ്ഥലത്ത് നിന്ന് ഒരു ജീവിക്ക് ഒരു പറക്കൻ തളികയിൽ കയറി നമ്മളുടെ ഭൂമിയിൽ എത്താൻ സാധിക്കുമോ എന്നൊരു ചോദ്യം പലരും ചോദിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഉത്തരം ഈ ശാസ്ത്രം വളരെ പുരോഗമിച്ചു കഴിഞ്ഞാൽ ദൂരം ഒരു പ്രശ്നമല്ലായിരിക്കും എന്നാണ്. ഇപ്പോൾ തന്നെ വേം ഹോൾസ് എന്നൊരു കൺസെപ്റ്റുണ്ട്. ഇത് വെറുതെ ഒരു സങ്കല്പമല്ല, ഇതിന് മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾക്ക് ഈ സ്പേസ് ടൈം ലിമിറ്റേഷൻസിനെ മറികടക്കാവുന്ന ഒരു ശാസ്ത്ര സഞ്ചാര മാർഗം ഉണ്ടെന്ന് മാത്തമാറ്റിക്കലായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അതായത് നമുക്കെവിടെയും നിമിഷ നേരം കൊണ്ട് എത്താൻ കഴിയുന്ന ഒരു ടെക്നോളജി പോസിബിളാണ്. അത് ഇന്ന് നമ്മൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, പക്ഷേ ആ സാധ്യത ഉണ്ടെന്ന് ഇപ്പോൾ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയേക്കാൾ കോടിക്കണക്കിന് വർഷം മുമ്പ് തന്നെ ഫോം ചെയ്ത പ്ലാനറ്റ്സ് ഉണ്ട്, ഗ്രഹങ്ങളുണ്ട്. അത് ക്ഷീരപഥ ഗാലക്സി തന്നെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഗാലക്സികളിലുണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മളുടെ ഈ പുരോഗതിയും ശാസ്ത്രവുമെല്ലാം ഒരു കഷ്ടിച്ച് 200-300 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അപ്പോൾ കോടിക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഗ്രഹത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് എത്രമാത്രം ശാസ്ത്ര പുരോഗതി ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇവിടെ എത്താനുള്ള ടെക്നോളജി തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അന്യഗ്രഹ ജീവികൾ, അവരെ ഏലിയൻസ് എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. ET എന്ന് പറയും, എക്സ്ട്രാ ടെറസ്ട്രിയൽ, അതായത് ഭൂമിക്ക് വെളിയിലുള്ള എന്നുള്ള അർത്ഥത്തിൽ. ഇവയെപ്പറ്റിയുള്ള താല്പര്യവും ഇത് സംബന്ധിച്ചുള്ള സിനിമകളും മറ്റും കൂടുതലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം ഈ കൂടുതൽ ഏലിയൻസ് വരുന്നതാണോ അതോ നമ്മൾ ഇത് കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നതാണോ എന്നുള്ളത് തർക്ക വിഷയമാണ്. ഇന്നിപ്പോൾ എല്ലാവരുടെയും കയ്യിലും മൊബൈലുണ്ട്, റെക്കോർഡിംഗ് ഡിവൈസുണ്ട്. ഈ പണ്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെ കണ്ടാലും അത് റെക്കോർഡ് ചെയ്യാൻ മാർഗമൊന്നുമില്ല. അപ്പോൾ വെറുതെ പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് പലരും മിണ്ടാതെ ഇരുന്നെന്ന് വരും. എന്നോട് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പലരും ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുന്നതാണെന്ന് അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് കാര്യവട്ടത്താണ്. അപ്പോൾ ഒരു ദിവസം ഒരാൾ സന്ധ്യ കഴിഞ്ഞ് വന്ന് വാതിലിൽ മുട്ടി. ഞാൻ വാതിൽ തുറന്ന് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ കഴക്കൂട്ടത്തിൻ്റെ അടുത്ത് വെച്ച് ആകാശത്തൂടെ ഒരു സാധനം പോകുന്നത് കണ്ടു. അത് ഹെലികോപ്റ്ററല്ല, പ്ലെയിനല്ല, വേറെ എന്തോന്നാണ്. അതിൻ്റെ സ്പീഡുമൊക്കെ വ്യത്യാസമായിരുന്നു. അത് ഇയാൾ മാത്രമല്ല പലരും കണ്ടു എന്നാണ് ഇയാൾ പറയുന്നത്. അത് ആരോടെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ISROയിൽ നിന്ന് വിട്ട എന്തെങ്കിലും ആയിക്കൂടെ? അന്ന് ISRO ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. ടേൾസേ ഉള്ളൂ, തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. ഇയാൾ പറഞ്ഞു ഇയാൾ അവിടെ നിന്ന് വരുന്നതെല്ലാം ഇയാൾ കാണാറുണ്ട്, ഇതൊന്നുമല്ല, ഇത് വളരെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ വേറെ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഷിപ്പിൻ്റെ ഒരു ക്യാപ്റ്റൻ, അയാൾ രാത്രിയിൽ ഇങ്ങനെ ഡെക്കിൽ ഉലാത്തുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് ഒരു സാധനം തലയ്ക്ക് മുകളിൽ കൂടെ ഇങ്ങനെ പോയത് അയാൾ വളരെ കറക്റ്റായിട്ട് എന്നോട് വിവരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനൊന്നും ശരിക്ക് ഒരു വിശദീകരണമില്ല. ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് യുദ്ധ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നാസി ജർമ്മനി ചില പറക്കുന്ന സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് ഏതാണ്ട് സോസറിൻ്റെ ആകൃതിയിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും അത് യുദ്ധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ടെക്നോളജി വേറെ ആളുകളുടെ കയ്യിൽ ഒക്കെ പോയെന്നും
അപ്പോൾ ഇന്ന് കാണുന്ന ഈ പറക്കും തളികകൾ ആ ടെക്നോളജി ഉപയോഗിച്ച് രഹസ്യമായിട്ട് മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നതാണെന്നും ഒരു വാദഗതിയുണ്ട്. പിന്നെ അടുത്ത കാലത്ത് കുറേ ഫോട്ടോഗ്രാഫ്സ് വന്നിട്ടുണ്ട് ഏലിയൻസിൻ്റെ എന്നും പറഞ്ഞ്. ഇതിൽ പലതും എക്സ്പേർട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഫേക്കാണെന്ന് വിധി എഴുതിയിട്ടുണ്ട്. പക്ഷേ എക്സ്പേർട്ടായിട്ടുള്ള ഫോട്ടോഗ്രാഫർ പോലും ഫേക്ക് ആണെന്ന് പറയാത്ത കുറേ ഫോട്ടോയുണ്ട്. പല ഈ ടി സിനിമകളിലും ഈ ഏലിയൻസിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില ഫോട്ടോസ് വെച്ചുകൊണ്ടാണ്. ഈ റഷ്യയിൽ നിന്നൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരുപാട് തരം ഏലിയൻസിനെ പറ്റി അതിൽ വിവരിക്കുന്നുണ്ട്. ആ പുസ്തകം എഴുതിയ ആൾക്ക് എങ്ങനെ ഈ വിവരം കിട്ടിയെന്ന് കൃത്യമായിട്ട് അയാൾ പറയുന്നില്ല. ചിലപ്പോൾ അയാൾക്ക് നേരിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അയാളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, ചിലപ്പോൾ അയാളുടെ ഇമാജിനേഷൻ ആയിരിക്കാം. ഇത് റഷ്യൻ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് അയാൾ എഴുതിയതെന്നും അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഏലിയൻ ടൈപ്സിൽ ഒന്ന് ഗ്രേസ് എന്ന് പറയുന്ന ഇനമാണ്. ഇത് മനുഷ്യരുടെ അത്ര പൊക്കമില്ല, പക്ഷേ ഏതാണ്ട് മനുഷ്യരൂപമാണ്. ഈ വലിയ സ്ലാൻഡിങ് ആയിട്ടുള്ള കണ്ണുകളാണ് ഉള്ളത്. ഇത് മനുഷ്യർക്ക് ഉപകാരപ്രദം ആയിട്ടുള്ള ഏലിയൻസ് ആണെന്നാണ് പൊതുവെ പറയുന്നത്. ഇവർ മനുഷ്യരെ ഉപദ്രവിക്കാറില്ല. പിന്നെ വേറൊരു ടൈപ്സ് റെപ്റ്റീലിയൻസ് എന്ന് പറയുന്നു. ഈ റെപ്റ്റീലിയൻസ് എന്ന് പറയുന്നത് ഈ ഉരകവർഗ്ഗങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതായത് പാമ്പ്, ചീങ്കണ്ണി തുടങ്ങിയ മുതല ഇങ്ങനെ ഉള്ള ജീവികളുമായിട്ട് രൂപസാദൃശ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇവരും ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇവരിൽ ചില ഇനങ്ങൾ മനുഷ്യരെ പിടിച്ച് തിന്നുമെന്ന് പറയുന്നു. ചിലത് മൃഗങ്ങളെയാണ് പിടിച്ച് തിന്നുന്നത്. പിന്നെ ഇവർ ചില കൂട്ടർ മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോകുമെന്നും പറയുന്നു. അപ്പോൾ ഏലിയൻ അബ്ഡക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ചില മനുഷ്യരെ അവരെ ഏലിയൻസ് പിടിച്ചുകൊണ്ട് പോയെന്നും അവരുടെ വിമാനത്തിൽ കയറ്റിയെന്നും പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിട്ടെന്നും ഒക്കെ അവകാശപ്പെടുന്നുണ്ട്. ചിലർ പറയുന്നത് അവരുടെ മെമ്മറി കംപ്ലീറ്റായിട്ട് എറേസ് ചെയ്ത് കളയാൻ ഇവർക്ക് സാധിക്കും. അതായത് ഇവരെ പിടിച്ചുകൊണ്ട് പോയത് മുതൽ തിരിച്ചുകൊണ്ട് വിട്ടത് വരെയുള്ള മെമ്മറി വേണമെന്ന് വിചാരിച്ചാൽ അവർക്ക് എറേസ് ചെയ്യാനുള്ള ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. പിന്നെ അവർക്ക് നമ്മളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കാനും അവർക്ക് കഴിയുമെന്നും അവകാശപ്പെടുന്നുണ്ട്. പിന്നെ വേറെ ഒരു പ്രധാന ആർഗ്യുമെൻ്റ് ഉള്ളത് ഈ ഏലിയൻസ് എന്ന് പറയുന്ന പലതും യഥാർത്ഥ ജീവികളല്ല, റോബോട്ട്സ് ആണെന്നുള്ളതാണ്. അതായത് യന്ത്രങ്ങളാണ്. ഇപ്പോൾ ഗ്രേസ് തന്നെ യഥാർത്ഥത്തിൽ ജീവികളല്ലെന്നും റോബോട്ടുകളാണെന്നും ഒരു വാദഗതിയുണ്ട്. ഇതിൻ്റെ ഒരു കാരണമായി പറയുന്നത് ഇവയുടെ ചലനങ്ങൾ യാന്ത്രികമാണ്. പിന്നെ ഏലിയൻ ഓട്ടോപ്സി എന്നും പറഞ്ഞൊരു വീഡിയോ ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് ഫേക്കാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഏലിയൻ ഓട്ടോപ്സി എന്ന് പറഞ്ഞ് യഥാർത്ഥമൊന്നും നടന്നെന്നും പിന്നെ അതിനെപ്പറ്റി ഒരു സിനിമ എടുത്തെന്നും മാത്രമേ ഉള്ളൂ എന്നും വേറൊരു ആർഗ്യുമെൻറ്റും ഉണ്ട്. ഏതായാലും ഈ ഏലിയൻ ഓട്ടോപ്സി നടത്തിയിട്ടുള്ളവരും പറയുന്നത് ഇത് കൂടുതലും ഒരു യാന്ത്രിക രൂപമാണ്. ബയോളജിക്കൽ റോബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജീവനുള്ള ഒരു ജീവിയുടെ ശരീരം പോലെയുള്ള ഘടനയുള്ള റോബോട്ട്സ്. ഇന്നിപ്പോൾ റോബോട്ടിക്സ് ഒരുപാട് ഡെവലപ്പ് ചെയ്ത് ഏതാണ്ട് മനുഷ്യനെ പോലെ ഇരിക്കുന്ന റോബോട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വളരെയധികം ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഒരു കൂട്ടം ഏലിയൻസിന് ജീവികളെ പോലെയുള്ള റോബോട്ടുകളെ ഉണ്ടാക്കി ഇങ്ങോട്ട് വിടാൻ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ആർഗ്യുമെൻ്റ് അനുസരിച്ച് ഇവിടെ വരുന്ന റോബോട്ടുകളുടെ കണ്ണുകളിൽ കൂടെയും അവരുടെ ചെവികളിൽ കൂടെയും വളരെ വിദൂരമായിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സോ പ്ലാനറ്റിൽ ഇരിക്കുന്ന ഒരു ജീവിയായിരിക്കും
നമ്മളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് എന്നാണ്. ഈ ഒരുപാട് രാജ്യങ്ങളിൽ ആളുകൾ കൂട്ടമായിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കാനഡയിലെ ഒരു ഗ്രാമത്തിലുള്ള സർവ്വ മനുഷ്യരും പെട്ടെന്ന് അപ്രത്യക്ഷരായി. അവരെ ഇന്നുവരെ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക് എന്ത് പറ്റിയെന്ന്. ഇതൊക്കെ ഗ്രൂപ്പായിട്ടുള്ള ഏലിയൻ അബ്ഡക്ഷനാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരെ ചിലപ്പോൾ ഏതെങ്കിലും ദൂരെയുള്ള ഒരു ഗ്രഹത്തിൽ കൊണ്ടുപോയി അവിടെ തടവിൽ പാർപ്പിക്കുകയും അവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടാവാം എന്നൊരു തിയറിയുണ്ട്. പിന്നെ വേറെ ഒരു കൂട്ടം ഏലിയൻസ് ടൈം ട്രാവലേഴ്സാണ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഞാൻ ടൈം ട്രാവലറാണ്, ഞാൻ 2050 AD നിന്ന് വന്നതാണ് എന്നൊക്കെ അവകാശവാദം പറഞ്ഞ പല ആളുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈം ട്രാവലേഴ്സ് പണ്ട് തൊട്ടേ വരുന്നുണ്ടെന്നും പറഞ്ഞ് കുറേ ഫോട്ടോഗ്രാഫൊക്കെ ഇൻ്റർനെറ്റിലുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിന് വ്യത്യാസമായിട്ട് ഉള്ള രീതിയിൽ വേഷം ധരിക്കുകയും അവരുടെ പെരുമാറ്റ രീതിയും ചിലപ്പോൾ വിഭിന്നമായിരിക്കാം. അങ്ങനെയുള്ള പല കേസ് റിപ്പോർട്ടുമുണ്ട്. ചിലതൊക്കെ വെറും ഫിക്ഷനായിരിക്കാം. പക്ഷേ ഈ ടൈം ട്രാവൽ സാധ്യമാണെന്നും ഒരു പക്ഷേ അത് നടക്കുന്നുണ്ടായിരിക്കും എന്നും പല ശാസ്ത്രജ്ഞന്മാരും ഇന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ടൈം ട്രാവൽ പല രീതിയിൽ നടക്കാം. ഒരു യന്ത്രം ഉപയോഗിച്ച് നടക്കാം. ചിലപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കീ ഉപയോഗിച്ച് ചിലപ്പോൾ ടൈം ട്രാവൽ നടത്താമായിരിക്കാം. അപ്പോൾ ചിലർ ടൈം ട്രാവൽ നടത്തിയെന്ന് പറയുന്നത് അവർ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, അറിയാതെ സംഭവിക്കുന്നതാണ്. അങ്ങനെ ചിലപ്പോൾ നിങ്ങളൊരു പക്ഷേ പെട്ടെന്ന് വേറെ ഒരു സമയത്തേക്ക് പോയെന്ന് വരാം. ഈ ഒരാൾ മുൻകൂട്ടി ഒരു കാര്യം പ്രവചിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാൾ ഭാവി കാണുകയാണ്. അപ്പോൾ കാണുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് അങ്ങോട്ട് പോകുക എന്നുള്ളത്. അത് മനസ്സുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ശരീരം കൊണ്ട് പോകാം. അപ്പോൾ ഈ ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഏലിയൻസ് എന്ന് വേണമെങ്കിൽ അവരെ പെടുത്താം. കാരണം നമ്മുടെ കാലഘട്ടത്തിന് വ്യത്യാസമുള്ള ഒരു ആളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ നമ്മൾ പെട്ടെന്ന് കണ്ടാൽ ഏലിയൻസ് എന്ന് നമ്മളവരെ മുദ്ര കുത്തിയെന്ന് വരും. അവർ ചിലപ്പോൾ ഈ ഭൂമിയിൽ തന്നെ ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ ഈ സ്ഥലത്ത് തന്നെ ഭാവിയിൽ ജീവിക്കുന്നവരായിരിക്കാം. അവർ ഈ വർത്തമാന കാലഘട്ടത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടവർ ആയിരിക്കും. പിന്നെ വേറൊരു തരം ഏലിയൻസ് ഉള്ളത് മറ്റ് പ്ലെയിനുകളിൽ നിന്ന് വന്നവർ ആണ് എന്ന് ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു 4 ഡയമെൻഷണൽ പ്ലെയിനിലാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന് നീളമുണ്ട്, വീതിയുണ്ട്, പൊക്കമുണ്ട്, ഇതുകൂടാതെ സമയമുണ്ട്. ഇതാണ് 4 ഡയമെൻഷൻസ്. ഈ ഒരു 4 ഡയമെൻഷണൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനിച്ച അന്ന് തൊട്ട് ഈ 4 ഡയമെൻഷനാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഒരു ഡയമെൻഷൻ നമുക്ക് ചിന്തിക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ ഈ വെള്ളത്തിന് മുകളിൽ മാത്രം ജീവിക്കുന്ന ജീവികളെ നോക്കുക. അവർക്ക് ഒരു 3 ഡയമെൻഷണൽ വേൾഡാണുള്ളത്. അതായത് നീളം, വീതി, പൊക്കമില്ല, പിന്നെ സമയമുണ്ട്. അപ്പോൾ താഴെ നിന്നോ മുകളിൽ നിന്നോ എന്തെങ്കിലും വന്നാൽ അവരെ സംബന്ധിച്ച് ഇതൊരു അത്ഭുതമാണ്. കാരണം അവർക്ക് വെള്ളത്തിൻ്റെ മുകളിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അവരുടെ കണ്ണുകൾക്കും മുകളിലോട്ടും താഴോട്ടും കാണാൻ വയ്യ, ആ പ്ലെയിനിലേ കാണാനൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു 4 ഡയമെൻഷണൽ വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറത്തെ ഡയമെൻഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഇപ്പോൾ മനുഷ്യർക്ക് കണ്ണില്ല എന്ന് വിചാരിക്കുക. ഒരു മനുഷ്യർക്കും കണ്ണെന്നൊരു ഇന്ദ്രിയം ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പ്രകാശം എന്നൊന്ന് ഉണ്ടെന്ന് നമുക്കറിയാനൊക്കത്തില്ല. അങ്ങനെ ഒരു സങ്കല്പവും നമുക്കുണ്ടാകത്തില്ല. എന്ന് പറയുന്നത് പോലെയാണ് ഈ 4 ഡയമെൻഷൻസിൻ്റെ അപ്പുറം ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് സെൻസ് ചെയ്യാൻ നമുക്ക് ഇന്ദ്രിയങ്ങളില്ല, മാർഗമില്ല. നമ്മുടെ മനസ്സും
ഈ 4 ഡയമെൻഷൻസിനകത്ത് ഒതുങ്ങി നിൽക്കുകയാണ്. ഈ വാസ്തവികതയെ പറ്റിയുള്ള ഏറ്റവും ഇന്ന് ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള തിയറി സ്ട്രിങ് തിയറി എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും ചെറിയ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു ലൂപ്പ്, ഒരു വളയം, അതിലാണ് എല്ലാ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസും നിർമ്മിതമായിരിക്കുന്നതെന്നാണ് ഈ തിയറി പറയുന്നത്. അതായത് 17 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഓരോ പാർട്ടിക്കിളും ഈ വളരെ ചെറിയ ലൂപ്പ് അതിൻ്റെ വൈബ്രേഷൻ അനുസരിച്ചാണ് ഈ 17 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊരു മാത്തമാറ്റിക്സ് ഉണ്ട്. ഈ മാത്തമാറ്റിക്സ് പറയുന്നത് ഈ ലൂപ്പുകൾ ഈ നമ്മളുടെ 4 ഡയമെൻഷണൽ വേൾഡിൽ മാത്രമല്ല വൈബ്രേറ്റ് ചെയ്യുന്നത്, പക്ഷേ മറ്റനേകം പ്ലെയിൻസിലും കൂടെയാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഈ സ്ട്രിങ് തിയറിയുടെ ഒരു അഡ്വാൻസ്ഡ് തിയറിയാണ് എം തിയറി. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്സ് പറയുന്നത് 11 ഡയമെൻഷൻസ് ഉണ്ടെന്നാണ്. ഇത് മാത്തമാറ്റിക്കലായതുകൊണ്ട് ഇത് നമുക്ക് വെറുതെ സങ്കല്പികമാണെന്ന് തള്ളിക്കളയാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ എം തിയറി ഈ സ്റ്റാൻഡേർഡ് മോഡൽ വളരെ കുറേ നല്ല രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് 17 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസും 26 മെഷേർഡ് കോൺസ്റ്റൻസും ചേർന്ന ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഈ എം തിയറി കുറേ തൃപ്തികരമായ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 11 ഡയമെൻഷൻ ഉണ്ടെന്നാണ് എം തിയറി കാണിക്കുന്നത്. അപ്പോൾ ഈ നമ്മളുടെ 4 ഡയമെൻഷൻ്റെ മുകളിലുള്ള ഡയമെൻഷൻസിലൊക്കെ ജീവികളുണ്ടായിരിക്കാം. നമ്മളെക്കാളും ഹയർ ഡയമെൻഷൻസിലുള്ളവർക്ക് ചിലപ്പോൾ നമ്മളെ കാണാൻ സാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ അറിയാൻ സാധിക്കുമായിരിക്കും. കാണുക എന്നുള്ളതൊരു 4 ഡയമെൻഷണൽ ആക്ടിവിറ്റിയാണ്. അവർക്ക് വേറെ ഇന്ദ്രിയങ്ങളുണ്ടായിരിക്കാം. അവർക്ക് നമ്മളെ ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരും. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ കുറേ ഉറുമ്പും കൂനകൾ കണ്ടാൽ നമ്മളത് ഇഗ്നോർ ചെയ്തുകൊണ്ട് പോകും. നമ്മൾ ആ ഉറുമ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല. അതേപോലെ ഹയർ ഡയമെൻഷണൽ ബീയിങ്സ് നമ്മളുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡയമെൻഷൻസിലേക്ക് ചുരുങ്ങാമായിരിക്കാം, നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാമായിരിക്കാം. അങ്ങനെയായിരിക്കാം ചില ടൈപ്പ് ഏലിയൻസിനെ നമ്മൾ കാണുന്നത്. അതൊരു സാധ്യതയാണ്, നമുക്ക് തള്ളിക്കളയാനൊക്കെയില്ല. അപ്പോൾ ഒരുപക്ഷെ ചില ഫിസിസിസ്റ്റ് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. ഈ 11 എന്നുള്ളത് എം തിയറി മാത്തമാറ്റിക്കലായിട്ട് കാണിക്കുന്ന ഒരു നമ്പറാണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയമെൻഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഡയമെൻഷൻസ്ലെസ് റിയാലിറ്റി, ഒരു ബോധം ഉണ്ടായിരിക്കാം. ഈ ഡയമെൻഷൻലെസ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയമെൻഷൻസ് ഉണ്ടായിരിക്കാം. ഈ എല്ലാ ഡയമെൻഷനിലും ബീയിങ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ നമ്മളെക്കാളും ഹയർ ഡയമെൻഷൻസിലുള്ള ജീവികൾക്ക് നമ്മളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ കഴിയുമായിരിക്കാം. അവർ പലരും ഏലിയൻസായിട്ട് വരുന്നും ഉണ്ടായിരിക്കാം എന്നൊക്കെയാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത്. പിന്നെ ഈ നമ്മളുടെ മനസ്സ് തന്നെ എവോൾവ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നമ്മളെക്കാളും വളരെ ദൂരെ ഉള്ള ജീവികളെ അറിയാനും അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും കഴിയുമായിരിക്കും. അപ്പോൾ ഭാവിയിൽ ഒരുപക്ഷെ നമ്മളുടെ പരിണാമം കുറച്ചുകൂടെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു യന്ത്ര സഹായം കൂടാതെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു വികാസം കൊണ്ട് തന്നെ ഏലിയൻസിനെ അറിയാനും അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും കഴിഞ്ഞെന്നും വരാം.